ഹലോ, ഗുഡ് മോർണിംഗ് ഗെയ്സ്. ഞാൻ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത യാത്രയ്ക്ക് പോവേണ്ടതാണ്. ചേട്ടൻ രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് ബാൽക്കണിയിൽ പോയി നിൽപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുളിച്ചൊന്ന് റെഡി ആയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൂടെ പോയി നോക്കട്ടെ അവിടെ എന്താണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ രാവിലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലുള്ള മഴയുണ്ട്. അപ്പോൾ യാത്ര ഇനി എന്താവും എന്നുള്ള ടെൻഷനിലാണ്. എന്തായാലും ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ചിപ്പിയും ഫാമിലിയും കൂടെയുണ്ട്. നേരെ ഞങ്ങൾ താഴെ തൊട്ടടുത്തായിട്ട് തന്നെ ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. കോഫി ഷോപ്പിൽ പോയി എല്ലാവരും നല്ല ഒരു സ്ട്രോങ് ആയിട്ട് കോഫിയും കുടിച്ചു. കഴിക്കാനായിട്ട് ചെറിയ രീതിയിലൊരു സാൻഡ്വിച്ച് വാങ്ങിച്ച് ഞാൻ കഴിച്ചു. അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് കോഫി കുടിച്ചിട്ട് നല്ല സുഖമായിരുന്നു. നല്ല തണുപ്പായിരുന്നു. ക്ലൈമറ്റ് ഫുൾ തണുപ്പ് തന്നെയാണ്. ഞാനിവിടെ വന്ന സമയം തൊട്ടേ തണുത്ത അന്തരീക്ഷം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ട് അടുത്ത് എവിടെ ആദ്യം പോകുന്നുള്ളൊരു പ്ലാനായിരുന്നു. എന്തായാലും ഞങ്ങൾ ആദ്യം പോയത് വേറെ എവിടെയല്ല, ദുബായിലെ ഗോൾഡ് സൂക്കിനടുത്തായിട്ടുള്ള മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനിലേക്കായിരുന്നു. ചെറിയ ബോട്ടുകളുണ്ടായിരുന്നു, വലിയ ബോട്ടുകളുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് വലിയ ബോട്ട് എടുത്ത് ഫാമിലിയായിട്ട് പോകുന്നതുകൊണ്ട് വലിയ ബോട്ട് എടുത്ത് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോയത്. ഐ ആം സോ ഹാപ്പി. കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ബോട്ട് യാത്ര ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടന്നു. മാത്രമല്ല ഇത്രയും നല്ല കാഴ്ചകൾ കണ്ടിരിക്കാനായിട്ട് പറ്റിയതിൽ വളരെയധികം സന്തോഷം. എന്ത് രസമാണ് കാണാൻ. നമ്മുടെ ദുബായിലെ ഒരു ഭംഗി ഈ ബോട്ട് യാത്രയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇതിനടുത്തായിട്ടാണ് ഈ ഗോൾഡ് സൂക്ക് ഉണ്ടായിരുന്നത്. ഗോൾഡ് സൂക്ക് അങ്ങനെ കുറേ മാർക്കറ്റുകൾ അവിടെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അവിടെ പോയില്ല. അവിടെയൊന്നും കയറാനായിട്ടുള്ളൊരു ടൈം എനിക്ക് കിട്ടിയില്ല. കാരണം നമുക്ക് വേറെ കുറേ സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ബോട്ടിൽ മാത്രം കയറിയിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. നല്ല വലിയ വലിയ കപ്പലുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വലിയ കപ്പലുകളല്ല, ചെറിയ രീതിയിലുള്ള കപ്പലുകളും ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു തൊട്ടടുത്താണ് ഗോൾഡ് സൂക്ക് ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അതിമനോഹരമായ കാഴ്ചയാണ്. ഞങ്ങൾ കുറേ നേരം ഇരുന്നു. നല്ല കാറ്റായിരുന്നു. നല്ല തണുത്ത കാറ്റിൽ കുറേ നേരം ഇരുന്നു കാഴ്ചകൾ കണ്ടിരുന്നു. നമ്മുടെ നെറ്റിക്കുട്ടിയൊക്കെ നല്ല ഹാപ്പിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. മൗണ്ടെയിൻ കാണാനാണ്. അപ്പോൾ ഞങ്ങൾ ഷാർജയൊക്കെ കഴിഞ്ഞു നേരെ റാസൽ ഖൈമയിലോട്ട് കടന്നു. അപ്പോൾ മൗണ്ടെയിൻ കാണാനായിട്ട് പോവുകയാണ്. ജബൽ ജെയ്സ് മൗണ്ടെയിനിലെത്തി. വരുന്ന വഴി ഏകദേശം 10 കിലോമീറ്ററോളം ഞങ്ങൾ ഈ മലകൾ കണ്ട് തന്നെയാണ് വന്നത്. നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ്. നമ്മുടെ പൊന്മുടി പോലെ കോടയൊക്കെ ഇറങ്ങുന്നൊരു പ്ലേസാണ്. നമ്മളിന്ന് വന്നപ്പോൾ ഒരുപാട് കോടമഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ രീതിയിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, വിസിറ്റേഴ്സൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മളതെല്ലാം കണ്ട് കുറേ നേരം അവിടെ ചിലവഴിച്ചു. ഞങ്ങൾ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തതിന് പോകുന്നത് ലവ് ലേക്കിലേക്കാണ്. ലവ് ലേക്ക്, അത് അൽഖുത്ര എന്നുള്ള സ്ഥലത്തിൽ ലവ് ലേക്കിലാണ് ഞങ്ങൾ ഇനി നെക്സ്റ്റ് പോകുന്നത്. സ്ഥലത്തിൻ്റെ പേരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതൊക്കെ പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അബുദാബിയിൽ വന്ന സമയത്ത് ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഇത് നമ്മുടെ ഷാർജ കഴിഞ്ഞിട്ട് റാസൽ ഖൈമ കഴിഞ്ഞിട്ടുള്ള റൂട്ടാണിത്. അവിടെയാണ് ഈ മൗണ്ടെയിൻ ഉള്ളത്. ഞങ്ങൾ കുറേ നേരം അവിടെ ചിലവഴിച്ചു. പിന്നെ ധാരാളം ഫോട്ടോസുകളെടുത്തു. അവിടെ മലകൾ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ഭംഗി മാത്രമാണ് ഉള്ളത്. മലകളുടെ ഓരോരോ ഡിസൈൻ, അതാണൊരു പ്രത്യേക കാഴ്ച. പിന്നെ അവിടെ കുറേ ആൾക്കാർ പാകിസ്ഥാനിയാണെന്നാണ് തോന്നുന്നത്. അവർ പാട്ടൊക്കെ പാടി എന്തൊക്കെയോ കൈകൊട്ടി കളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കൾച്ചറാണ്. അവരുടെ പാട്ട് ഡാൻസൊക്കെ കണ്ടപ്പോൾ നമ്മുടെ നിധിക്കുട്ടിക്ക് ഡാൻസ് തുടങ്ങി. നിധിക്ക് പാട്ട് കേട്ട അപ്പോൾ തന്നെ ഡാൻസ് ചെയ്യണം. എനിക്ക് എപ്പോഴേക്കും വിശപ്പായി തുടങ്ങി. രാവിലെ ഒരു ചെറിയൊരു ചായയും കുഞ്ഞൊരു സാൻഡ്വിച്ച് മാത്രമേ കഴിച്ചോളൂ.
ഇപ്പം നല്ല വിശപ്പായി. ഇനിയിപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ലഞ്ചൊന്ന് തട്ടണം, എന്നാലേ ഓക്കെ ആവുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകണം. ലവ് ലാൻഡിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ യാത്രക്കിടയിൽ കുറച്ച് റിലാക്സിന് വേണ്ടി ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഹോട്ടലിൽ കയറി. എല്ലാവരും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3:30 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല വിശപ്പായി. ഞങ്ങൾ നല്ലൊരു ഹോട്ടലിൽ കയറി എല്ലാവർക്കും വേണ്ടുന്ന ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അവിടുത്തെ സ്പെഷ്യലായിട്ടൊരു ഡെസേർട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അതും വാങ്ങി കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. ഇനി നമുക്ക് നേരെ പോവേണ്ടത് ലവ് ലാൻഡിലാണ്. അപ്പോൾ ഏകദേശം ഞങ്ങൾ അവിടെ എത്താറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ ദുബായിൽ അൽപുത്ര അല്ലേ ഏട്ടാ? അൽകുത്ര. സ്ഥലത്തിൻ്റെ പേരൊക്കെ വലിയ ഗംഭീരമാണ്. അൽകുത്രയിലുള്ള ലവ് ലേക്കിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കാണ്, നല്ല അടിപൊളി തിരക്കാണ്. വിചാരിച്ചാലും ഒരുപാട് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. പിന്നെ ഒരു ലേക്കുണ്ട്, അതായത് ലവ് ലേക്ക് എന്നാണ് പേര്. അപ്പോൾ ലവ് ഷേപ്പിലൊരു ലേക്കുണ്ട് എന്ന് മാത്രമേ എനിക്കറിയാം, വേറെ ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്നോ എന്താണെന്ന്. ഓക്കെ, ആദ്യമേ കയറുമ്പോൾ തന്നെ കാണുന്നത് ഇതാണ്. ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു മതിൽ, ലവ് ഷേപ്പിൽ. തൊട്ടടുത്തായിട്ട് തടിയിലുണ്ടാക്കി വെച്ചേക്കുന്ന ലവ്. അപ്പോൾ ഇതേ ഷേപ്പിലാണ് നമ്മുടെ ലേക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതേ ഷേപ്പിലാണ്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇത് ഡ്രോൺ പറത്തിയാലേ നമുക്ക് ഈ ഷേപ്പിലൊക്കെ കാണാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാണ്ട് നമ്മൾ നേരെ ലേക്കിൽ പോകുമ്പോൾ നമുക്ക് ഈ ഷേപ്പിൽ എന്തായാലും കാണാൻ പറ്റില്ല. കുറച്ച് ദൂരം, അധികം വലുപ്പമുണ്ടല്ലോ ലേക്കിന്. അപ്പോൾ നമുക്ക് എന്തായാലും അത് കാണാൻ പറ്റില്ല. ഇവിടുത്തെ മനോഹരമായ കാഴ്ച എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കേട്ടോ. കാരണം നല്ല വലുപ്പത്തിലുള്ള പല നിറത്തിലുള്ള മത്സ്യങ്ങൾ, മഞ്ഞ, നീല, ഓറഞ്ച്, വൈറ്റ്, ബ്ലാക്ക്, ഇങ്ങനെയുള്ള പല നിറത്തിലുള്ള മത്സ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല കാഴ്ച എന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് മത്സ്യങ്ങളുണ്ട്. ഇവിടെ ആൾക്കാർ ആവശ്യം പോലെ അടിപൊളി സ്ഥലം. അങ്ങോട്ടാണ് ഫുള്ള് മറ്റേ അരണ്യങ്ങളും. അങ്ങോട്ട് ഇവിടെ അല്ല, വണ്ടിയിൽ പോണ വഴി. ഇതുവഴി ക്രോസ് ചെയ്ത് വെള്ളത്തിൽ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാൻ നല്ല ഭംഗികളൊക്കെ ഉണ്ട്. പേടി വരുന്നില്ലെന്ന് ഞാൻ എന്തായാലും പോകണം. ഈ വെള്ളത്തിൽ നല്ല വഴുക്കലുണ്ട് കേട്ടോ, നല്ല സ്ലിപ്പായി വീഴും മിക്കവാറും സൂക്ഷിച്ചില്ലെങ്കിൽ. അവിടെ ഒരു ആൾക്കൂട്ടം ചെന്ന് നോക്കിയപ്പോൾ പാകിസ്ഥാനികളോ സുഡാനികളോ ആണ് എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അവരിങ്ങനെ അവരുടെ ഒരു കൾച്ചറാണ് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു ഡാൻസ്, പാട്ട്, അവരുടെ നൃത്തമാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ ഞാനും കുറച്ച് നേരം ഇത് വീഡിയോ പിടിച്ച് നിന്നു. അവരെല്ലാവരും വരുന്നത് അവർക്ക് വേണ്ടുന്ന സാധനങ്ങളും ഫുഡും ടെൻറ്റും. ഇവിടെ വരുന്നവർ കൂടുതൽ പേരും ടെൻറ്റ് കൊണ്ടാണ് വരുന്നത്. ടെൻറ്റ് കൊണ്ടുവന്ന് ഇവിടെ തന്നെ ടെൻ്റ് അടിച്ച് നമുക്ക് ഇന്ന് ഫുൾ ഡേ അവിടെ തന്നെ നിൽക്കാം. പക്ഷെ ഞങ്ങൾ ടെൻറ്റൊക്കെ കൊണ്ടുവരണമെന്ന് ആദ്യമേ പ്ലാൻ ഇട്ടുന്നത്. പിന്നെ നമുക്ക് വേണ്ട, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അത് പാടാണെന്ന് കരുതി ടെൻറ്റൊന്നും കൊണ്ടുവന്നില്ല. പക്ഷേ അപ്പം ധാരാളം ആൾക്കാർ ടെൻറ്റുമായിട്ട് വരുന്ന ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് മൊത്തവും ടെൻറ്റ് കെട്ടി ഓരോരുത്തർ താമസിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു മനോഹരമായൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇന്നത്തെ കാഴ്ചകളെല്ലാം കണ്ടു മതിയാക്കി ഞങ്ങൾ തിരിക്കുകയാണ്. ഇനി നേരെ അബുദാബിയിലേക്ക് പോകണം. ഇപ്പോൾ തന്നെ ഏകദേശം നല്ല
സമയമായിട്ടുണ്ട്. ഇനി എത്തുമ്പോഴേക്കും നേരം ഒരുപാട് ഇരുട്ടും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.